ധനഹ 7-ാം വെള്ളി. വിശുദ്ധ മർക്കോസ് എഴുതിയ സുവിശേഷം 8-ാം അധ്യായം 34 മുതലുള്ള വാക്യങ്ങൾ. സ്വന്തം കുരിശെടുത്ത് അനുഗമിക്കുക. യേശുവിന് മുമ്പ് ഏറ്റവും നികൃഷ്ടവും നീചവും അവഹേളനപരവും ക്രൂരവുമായ ഒരു റോമൻ ദണ്ഡനമുറയായിരുന്നു കുരിശുമരണം. ലോകം നടപ്പാക്കിയതിൽ വെച്ച് ഏറ്റവും വേദനാജനകമായ ഒരു പീഡനമുറ. മനുഷ്യരുടെ രക്ഷയ്ക്ക് ഇതിനേക്കാൾ ഹീനമായ ഒരു ബലി സമർപ്പണമില്ല എന്നതുകൊണ്ടായിരിക്കാം മനുഷ്യവർഗത്തിൻ്റെ പാപമോചനത്തിനായി കുരിശിലുള്ള ബലിസമർപ്പണത്തെ ദൈവം തിരഞ്ഞെടുത്തത്. അതിലൂടെ ലോകത്തിൽ ഏറ്റവും അധികം പീഡനമേൽക്കുന്ന വ്യക്തിയോട് ദൈവം സമരസപ്പെടുന്നു. ജീവിതത്തിലെ എല്ലാവിധ സഹനങ്ങളും തന്നെപ്പോലെ നല്ല മനസ്സോടെ ഏറ്റെടുത്ത് മുന്നോട്ട് നീങ്ങുന്നവരാണ് തന്നെ അനുഗമിക്കുന്ന യഥാർത്ഥ ശിഷ്യർ. സ്വന്തം ജീവൻ സുരക്ഷിതമാക്കാൻ ആഗ്രഹിക്കുന്നവരാണ് എല്ലാവരും. ദൈവം നിക്ഷിപ്തമാക്കിയിട്ടുള്ള ഒരു സ്വാഭാവിക ത്വരയാണത്. അപകടം വരുമ്പോൾ നാം അറിയാതെ ചെയ്യുന്ന റിഫ്ലെക്സീവ് ആക്ഷൻ അപകടം ഒഴിവാക്കാൻ ദൈവം മനുഷ്യന് നൽകിയ സ്വാഭാവിക പ്രവണതയാണ്. പക്ഷേ മറ്റാരെയും പരിഗണിക്കാതെ സ്വന്തം കാര്യം മാത്രം നോക്കി ജീവിക്കുമ്പോൾ മനുഷ്യരിൽ പ്രത്യേകമായി ദൈവം നിക്ഷിപ്തമാക്കിയ ആത്മശക്തി സൂക്ഷിക്കുകയും ആത്മീയ മരണം സംഭവിക്കുകയും ചെയ്യുന്നു. സ്വർഗത്തിൻ്റെ സമാനത നിലനിർത്തേണ്ട കാര്യമായി പരിഗണിക്കാതെ സ്വർഗത്തിൻ്റെ അവകാശങ്ങൾ വേണ്ടെന്ന് വെച്ച് ലോകത്തിലേക്ക് വന്ന യേശു തന്നെ അനുഗമിക്കുന്നവർ മനുഷ്യനെന്ന നിലയിൽ ലോകത്തിൻ്റെ അവകാശങ്ങൾ വേണ്ടെന്ന് വയ്ക്കണമെന്നും അപ്പോഴാണ് സ്വർഗത്തിൻ്റെ അവകാശങ്ങൾക്ക് നാം അർഹരാകുക എന്നും പഠിപ്പിക്കുന്നു. ലോകത്തോട് മൈത്രി വെച്ചിട്ടുള്ള ഒരാൾക്ക് ഇത്തരം അനുഗമനം എളുപ്പമാവുകയില്ല. എന്നാൽ കലപ്പയിൽ കൈവച്ചിട്ട് പിന്തിരിഞ്ഞു നോക്കരുത്. രണ്ട് യജമാനന്മാരെ ഒരുമിച്ച് സേവിക്കുക സാധ്യമല്ല എന്ന കർക്കശ നിലപാട് തന്നെയാണ് യേശു മുന്നോട്ട് വയ്ക്കുന്ന നിബന്ധന. ശാരീരിക സുഖങ്ങളിലേക്ക് ലോകം മാടി വിളിക്കുമ്പോൾ ആത്മരക്ഷയിലേക്ക് യേശു നമ്മെ ക്ഷണിക്കുന്നു. മരണത്തോടെ നമ്മുടെ ശരീരം വെറും പൊടിയിലെ പൊടി മാത്രം എന്ന ചിന്തയുണ്ടെങ്കിൽ യേശുവിനോടൊപ്പം സഞ്ചരിച്ച് നിത്യജീവൻ സമ്പാദിക്കുവാൻ നാം ഉത്സുകരാകും.